കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. രാവിലെ ഞാനും മോനും അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. 8-9 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വൈക്കത്തപ്പനെ ഒന്ന് നേരിട്ട് കാണുന്നത് തന്നെ കേട്ടോ. എപ്പോഴും വിചാരിക്കും വരണമെന്ന്, പക്ഷെ നമുക്ക് സമയവും സാഹചര്യം ഒന്നും ഒത്തു കിട്ടാറില്ല. കാര്യം പറഞ്ഞ അമ്മയുടെ നാടാണ് വൈക്കം, നമുക്ക് തൊട്ടടുത്താണ് കേട്ടോ അമ്പലം. പക്ഷേ വരാനായിട്ട് സാധിച്ചു ഇന്നാട്ടോ. അങ്ങനെ നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശിവനുള്ള കൂവളമാലയും മറ്റ് വഴിപാടുകളൊക്കെ കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് നല്ല പോലെ പ്രാർത്ഥിച്ചു കേട്ടോ. ഏറ്റവും അനുഗ്രഹം കിട്ടിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വൈക്കത്തപ്പനെ ഒന്ന് കാണാനായിട്ട് സാധിച്ചു. അതാണല്ലോ മുഖ്യം. നമുക്ക് വന്നു കഴിഞ്ഞ് തിരക്ക് മൂലം ചിലപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും സാധിക്കാറില്ല. പക്ഷേ ഇന്ന് എന്താണെങ്കിലും നല്ല പോലെ മഹാദേവനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു കേട്ടോ. പിന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര അസഹനീയമായ ചൂട് എനിക്ക് അനുഭവപ്പെട്ടില്ല കേട്ടോ. കാല് പൊള്ളത്തക്ക വണ്ണത്തിലുള്ള ചൂടൊന്നും ഇല്ലായിരുന്നു. എന്തോ അനുഗ്രഹം കിട്ടിയതാണെന്ന് തോന്നുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമല്ലേ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. നല്ലൊരു ദിവസമായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ അവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ചോറൂണൽ ചടങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം പറഞ്ഞാൽ ചിങ്ങം തുടങ്ങി, അതുകൊണ്ട് എല്ലായിടത്തും കല്യാണ സീസണല്ലേ. വന്നപ്പം അതിൻ്റെ ആയിരിക്കും ഒരുപാട് തിരക്കുണ്ടായിരുന്നേ. പിന്നെ അത് തന്നെയല്ല, എല്ലാ ദിവസവും സദ്യ ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ദിവസവും 1000 പേർക്കുള്ള സദ്യ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ അത്യാവശ്യം നല്ലൊരു പ്രവാഹം ഇവിടെ ഉണ്ടാവും. എന്തായാലും വൈക്കത്തഷ്ടമി സമയത്തുള്ള അത്രയും തിരക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഏത് ശിവക്ഷേത്രത്തിൽ വന്നാലും ഞാൻ ഈ ഒരു നന്ദി ദേവിയുടെ ഈ ഒരു പ്രതിഷ്ഠ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഏത് ആഗ്രഹം ഞാൻ മനസ്സറിഞ്ഞ് പറയാറുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് സാധിച്ച് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് മുടക്കാറില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോടും പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് അമ്മയും കൂടെ പ്രാർത്ഥിച്ചോളൂ എന്ന്. അങ്ങനെ ഞങ്ങളിതേ പ്രാർത്ഥിച്ച് അവിടുന്ന് പോന്നു കേട്ടോ. കുഞ്ഞുങ്ങളുടെ ചോറൂണും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നേ. എന്താണെങ്കിലും മനസ്സറിഞ്ഞ് ഭഗവാനെ കണ്ടിട്ട് തിരിച്ചു പോകുന്നപ്പോഴേക്കും മനസ്സിന് നല്ലൊരു ശാന്തി സമാധാനം തോന്നി കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് ഒറ്റ ബസ്സിന് പോകാൻ പറ്റുമെങ്കിലും തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇറങ്ങി കയറി വേണം വരാനായിട്ട് കേട്ടോ. ഒറ്റ ബസ് കിട്ടുന്ന ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ വരണം കേട്ടോ. എന്താണെങ്കിലും തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 3 മണിയായി. കാരണം നമുക്കൊന്നിനായിട്ട് കടയിലൊക്കെ കയറാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 8 മണിക്ക് പോയതാണ്. തിരിച്ച് വന്നപ്പോൾ 3 മണിയായിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും വീട്ടിൽ വന്നൊരു മാംഗോ ജ്യൂസും കൂടെ കുടിച്ചപ്പോഴേക്ക് ഏകദേശം സമാധാനമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.